Hi all, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബോർഡ് എക്സാമിൽ സ്ട്രേറ്റ് ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. Let us start. First question, find the equation of a line passing through the point -4,3 with slope 1/2. ഇപ്പോൾ ഓരോന്നും 1 by 1 ചെയ്യാം. അതായത് ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് നോർമലി ഒരു ഇക്വേഷൻ ഓഫ് ലൈൻ വിത്ത് സ്ലോപ്പ് എം എന്ന് പറയുന്നത് എന്താ, y മൈനസ് y1 ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. ഇതിലിപ്പോൾ x1 y1 തന്നിട്ടുണ്ട് അല്ലെ, x1 -4ഉം y1 3ഉം, പിന്നെ അത് മാത്രമല്ല m എന്ന് പറയുന്നത് 1/2 തന്നിട്ടുണ്ട്. സോ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y മൈനസ് 3 ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് മൈനസ് -4. അതായത് ഇത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം. 2y മൈനസ് 6 ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4. അപ്പോൾ നമുക്ക് ഫൈനലി ആഫ്റ്റർ റീഅറേഞ്ച്മെന്റ്, പിന്നെ അത് മാത്രമല്ല ഇക്വേഷന്റെ ഫോമിലേക്ക് ആക്കുക, എല്ലാം LHSലേക്ക് എടുക്കുക. സോ എക്സ് മൈനസ് 2y പ്ലസ് 10 ഇസ് ഈക്വൽ ടു 0 കിട്ടും. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് 1, -1, 3, 5. അവിടെ രണ്ട് കേസാണ്, അതായത് രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ ചോദിച്ചിട്ട്. ദാറ്റ് മീൻസ് x1 y1 രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലേ, x2 y2 ഇങ്ങനെ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതായത് 1, -1ഉം പിന്നെ 3, 5ഉം. ആ കേസിൽ നമ്മൾ ഇക്വേഷൻ ഓഫ് ലൈൻ എങ്ങനെ കണ്ടുപിടിക്കാം? x മൈനസ് x1 ബൈ x2 മൈനസ് x1 ഇസ് ഈക്വൽ ടു y മൈനസ് y1 ബൈ y2 മൈനസ് y1. ഇവിടെ കറസ്പോണ്ടിങ് ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x1 y1 1, -1 ആണ്, x2 y2 3, 5 ആണ്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് x മൈനസ് 1 ബൈ 3 മൈനസ് 1 ഇസ് ഈക്വൽ ടു y മൈനസ് -1 പറഞ്ഞത് +1 ആവും, ഡിവൈഡ് ബൈ 5 മൈനസ് -1 പറഞ്ഞാൽ 5 + 1 ആവും. സോ ദാറ്റ് ഈസ് x മൈനസ് 1 ബൈ 2 ഇസ് ഈക്വൽ ടു y പ്ലസ് 1 ബൈ 6. ഈ 2ഉം 6ഉം ക്യാൻസൽ ചെയ്ത് 3 വരും. 3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 ഇൻറ്റു എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു y പ്ലസ് 1. ഇത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3x മൈനസ് y മൈനസ് 4 ഇസ് ഈക്വൽ ടു 0 കിട്ടും. നെക്സ്റ്റ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ഒബ്റ്റെയിൻഡ് ഇൻ 1 and 2. ഇപ്പൊ നമുക്ക് കിട്ടിയ രണ്ട് ഇക്വേഷൻസ് ഉണ്ടല്ലോ, ഈ രണ്ട് ലൈൻസ്, ആ രണ്ട് ലൈൻസിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ സ്ലോപ്പ് ഓഫ് ദ ഫസ്റ്റ് ലൈൻ നമുക്ക് m1 എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഇതിപ്പോൾ ax പ്ലസ് by പ്ലസ് c ഇസ് ഈക്വൽ ടു 0 ഈ ഫോമിൽ കമ്പയർ ചെയ്യാം. എന്നിട്ട് എയും ബിയും കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് മൈനസ് ഓഫ് a ബൈ b, ഇതാണ് ജനറൽ ഫോം സ്ലോപ്പ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മുടെ കേസിൽ ഇതേപോലെ ഫസ്റ്റ് ലൈനില്ലേ അതിന്റെ ഇക്വേഷനിൽ നിന്ന് എയും ബിയും ചെയ്ത് കഴിഞ്ഞാൽ a എന്ന് പറയുന്നത് 1ഉം b എന്ന് പറയുന്നത് -2 ആണ്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മൈനസ് ഓൾറെഡി മൈനസ് ഓഫ് a ബൈ b ആണ്, അത് എഴുതാൻ മറക്കരുത്. -1 ബൈ -2 അതായത് +1/2 കിട്ടും. ഓക്കെ, ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷനില്ലേ അതിൽ നിന്ന് y ഇസ് ഈക്വൽ ടു ഫോമിലേക്ക് ആക്കുക, എന്നിട്ട് dy ബൈ dx കണ്ടാലും മതി. കാരണം ഇതാണല്ലോ സ്ലോപ്പ് എന്ന് പറയുന്നത്, m എന്ന് പറയുന്നത്. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, രണ്ടും നമുക്ക് സ്ലോപ്പാണ് കിട്ടുക. നെക്സ്റ്റ് ഇക്വേഷൻ ഇതേപോലെ തന്നെ a എന്ന് പറയുന്നത് സെക്കൻഡ് ഇക്വേഷൻ, അതായത് സെക്കൻഡ് ലൈനിന്റെ ഇക്വേഷനിൽ a എന്ന് പറയുന്നത് 3ഉം b -1 ആണ്. സോ മൈനസ് ഓഫ് 3 ബൈ -1 എന്താ, +3 വരും. ക്ലിയർ ആയി? ഇനി ടാൻ തീറ്റയുടെ ഇക്വേഷൻ എന്താ, ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് ടാൻ തീറ്റ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് m2 മൈനസ് m1 ബൈ 1 പ്ലസ് m1 ഇൻറ്റു m2. അപ്പോൾ കറക്റ്റ് ആയിട്ട് m1ഉം m2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് മാഗ്നിറ്റ്യൂഡ്, അതായത് വാല്യൂ മോഡുലസ് ഓഫ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് ജസ്റ്റ് ആ പ്ലസ് വാല്യൂ എടുത്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ 1 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എപ്പോഴാണ് ടാൻ തീറ്റ 1 ആവുന്നത്? ഒന്നെങ്കിൽ തീറ്റ 45 ഡിഗ്രി ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ട്രേറ്റ് ലൈൻ്റെ കേസിൽ അതെന്തായിരിക്കും, പിന്നെ 180 മൈനസ് ആ ഒരു ആംഗിൾ അല്ലേ. അപ്പോൾ 180 മൈനസ് 45 ദാറ്റ് ഇസ് 135 ഡിഗ്രി. അപ്പോൾ ഒന്നെങ്കിൽ തീറ്റ 45 ഡിഗ്രി അല്ലെങ്കിൽ 135 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് y minus √3x minus 5 equal to 0, √3y minus x plus 6 is equal to 0. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് ലൈൻസിന്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ. ഇപ്പം കണ്ടുപിടിച്ച പോലെ തന്നെ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് m2 മൈനസ് m1 ബൈ 1 പ്ലസ് m1 m2. അപ്പോൾ നമുക്ക് m1ഉം കണ്ടുപിടിക്കണം m2ഉം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡ് ഓപ്ഷനിലൂടെയാണ്, അതായത് നമ്മൾ y ഇസ് ഈക്വൽ ടു ഫോമിൽ ഇക്വേഷൻ കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ അതിൽ ഈ ടേംസ് എക്സിൻ്റെയും കോൺസ്റ്റന്റ് ടേംസും റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുക. സോ y ഇസ് ഈക്വൽ ടു √3x പ്ലസ് 5 കിട്ടും. അതിൽ നിന്ന് ജസ്റ്റ് നമ്മൾ ത്രൂ ഔട്ട് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. അതായത് dy ബൈ dx ആണ് LHSൽ വരിക. RHSൽ √3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ആണ്, പ്ലസ് 5ന്റെ ഡെറിവേറ്റീവ് 0. സോ നമുക്ക് dy ബൈ dx അതായത് m1 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, √3 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ ആയല്ലോ? അതേപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ ആദ്യം ഇൻ ടേംസ് ഓഫ് y ആക്കുക.
അതായത് √3y minus x plus 6 ആണ് 0. That is √3y is equal to x minus 6. അതിൽ നിന്ന് y മാത്രമാക്കിയാൽ ഈ √3 നെ RHS ൽ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ x by √3 minus 6 by √3. ഇതും ഞാൻ പറഞ്ഞ പോലെ dy by dx കാണാം. അപ്പോൾ dy by dx is equal to RHS ൽ x by √3 യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x എന്താ 1 by √3. ബാക്കി കോൺസ്റ്റന്റ് 0 വരും. സോ m2 is equal to 1 by √3 കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ tan θ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So tan theta is equal to modulus of 1 by √3 minus √3 divided by 1 plus 1 by √3 into √3. ഇത് രണ്ടും ക്യാൻസൽ ആവും. ഇവിടെ √3 into √3 ജസ്റ്റ് LCM എടുക്കുക. അത് 3 ആയിരിക്കും. അപ്പോൾ 1 minus 3 divided by √3 divided by 1 plus 1 എന്ന് പറയുന്നത് ഇതേപോലെ 2 കിട്ടും അല്ലേ? സോ ഈ 2 ഇവിടെയാണ് വരിക. 1 minus 3 by 2 √3. അതായത് 1 minus 3 പറയുന്നത് minus 2 ആണ്. minus 2 by 2 √3 വരും. ഈ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്യാം. സോ മൈനസ് 1 by √3. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പോൾ പ്ലസ് വാല്യൂ കൊടുക്കുക. അതായത് ഇവിടെ ഒരു ടാൻ മിസ്സിംഗ് ആണ്. ടാൻ തീറ്റ ആണ് കേട്ടോ ഇത് രണ്ടും. ഇഫ് ടാൻ തീറ്റ is equal to 1 by √3 തീറ്റയുടെ വാല്യൂ എന്താ? നോർമലി ടാൻ തീറ്റ 1 by √3 ആവുന്നത് തീറ്റ പൈ by 6 ആയിരിക്കുമ്പോഴാണ്. ഇനി വേറൊരു കേസ് എന്താ? പൈ മൈനസ് 5 by 6 കേസ് അല്ലേ? അതായത് 180 മൈനസ് എന്നുള്ള കോൺസെപ്റ്റ്. അതായത് പൈ മൈനസ് 5 by 6 എന്താ? 5 പൈ by 6. സോ തീറ്റ എന്തായിരിക്കും? ഒന്നെങ്കിൽ പൈ by 6 അല്ലെങ്കിൽ 5 പൈ by 6. അപ്പോൾ നമ്മളിവിടെ തീറ്റ is equal to 1 by √3. ഇപ്പോൾ രണ്ട് കേസും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് പ്ലസ് ഓർ മൈനസ് കേസും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ടാൻ തീറ്റ is equal to പ്ലസ് 1 by √3 ആണെങ്കിലാണ് നമ്മൾ ഈ ഒരു കേസ് പറഞ്ഞത്. അതായത് തീറ്റ is equal to പൈ by 6. ഇനിയിപ്പോൾ സപ്പോസ് മൈനസ് 1 by √3 ആണെങ്കിൽ നമ്മൾ പൈ മൈനസ് എടുക്കണം. അതെന്താ കാരണം? കാരണം നമുക്കിപ്പോൾ പൈ മൈനസ് കേസ് എന്ന് പറയുന്നത് ടാൻ എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് അല്ലേ? സോ സെക്കൻഡ് ക്വാഡ്രന്റിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് പൈ മൈനസ് കേസ് കൺസിഡർ ചെയ്യണം. കാരണം ഇത് 0, ഇത് പൈ by 2, ദിസ് വൺ ഇസ് പൈ. സോ പൈ മൈനസ് കേസിൽ, അതായത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നമ്മൾ ടാൻ ഫംഗ്ഷൻ അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അത് മൈനസ് വാല്യൂ. അതുകൊണ്ടാണ് നമ്മൾ പൈ മൈനസ് പൈ by 6 എടുക്കാൻ കാരണം. ക്ലിയർ ആയല്ലോ? അതായത് 5 പൈ by 6 ആവുന്നത് എപ്പോഴാണ്? വെൻ ടാൻ തീറ്റ ഇസ് മൈനസ് 1 by √3. മൈനസ് വാല്യൂ വന്നതുകൊണ്ടാണ് പൈ മൈനസ്, അതായത് സെക്കൻഡ് ക്വാഡ്രന്റ് എടുക്കാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ x minus 7y plus 5 is equal to 0. Also find the equation of the line perpendicular to the above line having x intercept 3. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ ആസ് യൂഷ്വൽ y ഇൻ ടേംസ് ഓഫ് y കണ്ടുപിടിക്കാം. അതായത് y is equal to x by 7 plus 5. ഇനി dy by dx കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 1 by 7 കോഎഫിഷ്യന്റ് ഓഫ് x തന്നെയായിരിക്കും ആൻസർ. സോ 1 by 7 ഇങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ നേരത്തെ പോലെ ഇതുപോലെ മൈനസ് ഓഫ് a by b അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇതിൽ നിന്ന് അങ്ങനെ ചെയ്യുകയാണെങ്കിലോ a എന്ന് പറയുന്നത് 1 ആണ്, b എന്ന് പറയുന്നത് മൈനസ് 7 ആണ്. അപ്പോൾ മൈനസ് ഓഫ് a by b ദാറ്റ് ഇസ് മൈനസ് ഓഫ് 1 by മൈനസ് 7. അപ്പോൾ മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്താൽ 1 by 7 തന്നെ ആൻസർ കിട്ടും. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നെക്സ്റ്റ് കേസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ എബവ് ലൈൻ ഹാവിംഗ് എക്സ് ഇന്റർസെപ്റ്റ് 3. അതായത് ലൈൻസ് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. അത് വേറൊരു ലൈൻ്റെ കേസാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ പറഞ്ഞ ലൈനും ഈ രണ്ട് ലൈൻസും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. സോ പെർപെൻഡിക്കുലർ ലൈൻസിന്റെ കേസിൽ പ്രോഡക്റ്റ് ഓഫ് ദെയർ സ്ലോപ്പ് എന്തായിരിക്കും? -1 ആയിരിക്കും. ഓക്കെ, അതായത് m1 ഉം m2 രണ്ടിനും പ്രോഡക്റ്റ് എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ നമുക്ക് m2ന്റെ വാല്യൂ കണ്ടുപിടിച്ചിടെ. m1 എന്ന് പറയുന്നത് ഓൾറെഡി 1 by 7 ആണ്. അപ്പോൾ m2ന്റെ വാല്യൂ എന്താ? അതായത് റെസിപ്രോക്കൽ എടുത്താൽ മതി, മൈനസ് ഓഫ് റെസിപ്രോക്കൽ എടുക്കുക. 1 by 7 ദാറ്റ് ഇസ് -7. ക്ലിയർ ആയല്ലോ? ഈ ഒരു റിലേഷൻ m1 into m2 equal to -1 വെച്ചിട്ട് m1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, m2 കണ്ടുപിടിക്കാൻ പറ്റും. പെർപെൻഡിക്കുലർ ആണ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇനി ഇക്വേഷൻ ഓഫ് എ ലൈൻ വിത്ത് സ്ലോപ്പ് -7. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്നത് എക്സ് ഇന്റർസെപ്റ്റ് 3 ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് വാട്ട്? എക്സ് 3 ആണ്, y 0 ആണ്. ക്ലിയർ ആയി? എക്സ് ഇന്റർസെപ്റ്റ് 3 ആണ്. സോ 3,0 പോയിന്റ് തന്നിട്ടുണ്ട്. ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല സ്ലോപ്പും നമ്മൾ കണ്ടുപിടിച്ചു, -7 ആണ്. So basic equation എന്താ? ഒരു ലൈനിന്റെ ഹാവിംഗ് സ്ലോപ്പ് m പാസിംഗ് ത്രൂ എ പോയിന്റ് y minus y1 is equal to m into x minus x1. ഇപ്പോൾ ഇവിടെ y1 ഉം x1 എന്ന് പറയുന്നത് ഏതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 3,0 ഇല്ലേ, അതാണ് x1 y1. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി m എന്ന് പറയുന്നത് -7, ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചില്ലേ m2, അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ y minus 0 equal to -7 into x minus 3, അതായത് 7x plus y minus 21. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം, is equal to 0. Next question, a straight line which makes an angle 45 degree with positive direction of x axis passes through the point 1, 2.
അതിൽ ഫസ്റ്റ് ഓപ്ഷൻ റൈറ്റ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ 45 ഡിഗ്രി തന്നിട്ടുണ്ടല്ലേ, ആ ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സസ് 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ, ടാൻ തീറ്റയാണ്. അപ്പോൾ ടാൻ 45 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ നമുക്ക് എം എന്ന് പറയുന്നത് സ്ലോപ്പ് 1 കിട്ടി. ഇനി പാസിംഗ് ത്രൂ ദ പോയിന്റ് 1,2 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ കണ്ടുപിടിക്കാൻ എന്താ ഫോർമുല, y മൈനസ് x0 y0 എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ x1 y1 ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പോയിന്റ് എന്താ 1,2 ആണ്. അപ്പോൾ x1 എന്ന് പറയുന്നത് 1ഉം y1 എന്ന് പറയുന്നത് 2ഉം. സോ y മൈനസ് 2 ഇസ് ഈക്വൽ ടു m എന്താ 1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻറ്റു x മൈനസ് 1, അതായത് x മൈനസ് y പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. Last question, given equation of a line is x minus 2y plus 3 is equal to 0. Find x-intercept and slope of the above line. Also find the distance of the point 1,3 from the above line. അപ്പോൾ നമ്മുടെ ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതായത് x minus 2y plus 3 equal to 0. അപ്പോൾ ജനറൽ ഇക്വേഷൻ ഓഫ്, അതായത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമില് ഒരു ലൈനിന്റെ ജനറൽ ഇക്വേഷൻ എന്താ, y is equal to mx plus c അല്ലെ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇല്ലേ, അതിനെ കമ്പയർ ചെയ്യാം. അതായത് ഇപ്പൊ ഈ ജനറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം, y equal to mx plus c ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ x minus 2y plus 3 അല്ലേ, x minus 2y plus 3 is equal to 0. ഇതിൽ y ടേം മാത്രം നമ്മൾ ഒരു സൈഡിൽ കൊണ്ടുവരാം, അതായത് RHS കൊണ്ടുപോകാം, ജസ്റ്റ് LHS എഴുതിയാൽ മതി. പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട് വൈയുടെ ടേം പോസിറ്റീവ് ആവുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാം. സോ 2y is equal to എന്താണ് വരിക, x plus 3 വരും. ഇനി വൈയുടെ കോഎഫിഷ്യന്റ് ജസ്റ്റ് RHS ഡിവൈഡ് ചെയ്യാം. അപ്പോൾ y is equal to x by 2 plus 3 by 2 വരും. സോ എക്സിന്റെ കോഎഫിഷ്യന്റ് 1/2. സോ അതാണ്, അതായത് y is equal to m into x plus c കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ m എന്താണ്, എക്സിന്റെ കോഎഫിഷ്യന്റ്, ദാറ്റ് ഇസ് 1/2 ആണ് സ്ലോപ്പ് വരും. അപ്പോൾ ഇന്റർസെപ്റ്റ് ഫോം, ഇനി ഇന്റർസെപ്റ്റ് ഫോമിൽ നമ്മുടെ അടുത്ത് ഫൈൻഡ് എക്സ് ഇന്റർസെപ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്റർസെപ്റ്റ് ഫോമിലെ ഇക്വേഷൻ ഓഫ് ലൈൻ എന്താ, എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ ആ ഒരു ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് ഇവിടെ ഈ 2y അഗൈൻ നമ്മൾ ഇങ്ങോട്ട് എടുത്തു. സോ എക്സ് മൈനസ് 2y, എന്നിട്ട് ഈ 3നെ അതർ സൈഡിലേക്ക് എടുത്തു. സോ എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു -3. നമുക്ക് ഈ ഒരു ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഇനി ഈ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, കാരണം RHS 1 വേണം. അപ്പോൾ ഈ -3 LHS ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക, സോറി മൾട്ടിപ്ലൈ അല്ല, LHS ഓരോ ടേംസിനും ഡിവൈഡ് ചെയ്യാം. സോ എക്സ് ബൈ -3, ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഡിവൈഡഡ് ബൈ -3 വരുമ്പോൾ അത് പ്ലസ് ആവും, 2 മൈനസ് വരുന്നത് പ്ലസ് ആവും. ഇനി ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ബൈ -3 പ്ലസ് 2y by 3 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ഇന്റർസെപ്റ്റ് എന്താ, ഈ ഒരു ഫോമിൽ കമ്പയർ ചെയ്താൽ എ ആണ് ഇന്റർസെപ്റ്റ് എക്സിന്റെ. സോ എ എന്ന് പറയുന്നത് ഇവിടെ -3 ആണ് തന്നിരിക്കുന്നത്. സോ എ ഇസ് ഈക്വൽ ടു -3. ഇതാണ് എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 1,3 ഫ്രം ദ എബവ് ലൈൻ. ഇപ്പോൾ പ്രീവിയസ്ലി നമുക്ക് കിട്ടിയ ലൈനിലെ അതിൽ നിന്ന് 1,3 എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുക, മോഡുലസ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. സോ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ, x minus 2y plus 3 equal to 0. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഇക്വേഷൻ, ഇതാണ് ലൈനിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് a എന്ന് പറയുന്നത്, അതായത് a is equal to 1 ആണ്. b എന്ന് പറയുന്നത് y-യുടെ കോഎഫിഷ്യന്റ്, ദാറ്റ് ഇസ് -2. ഇനി c എന്ന് പറയുന്നത് എന്താ, 3 ആണ്, c equal to 3. അപ്പോൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ട്, ഈ x1 y1 എന്ന് പറയുന്നത് എന്താ, ആ പാസ് ചെയ്യുന്ന പോയിന്റ്, ദാറ്റ് ഇസ് 1,3 അല്ലേ. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1,3 ആണ് x1 y1. ക്ലിയർ ആയല്ലോ. സോ 1 ഇൻറ്റു, അതായത് a 1 ആണ്, ഇൻറ്റു x1 പറയുന്നത് 1 മൈനസ് b ഇൻറ്റു y1, അതുകൊണ്ടാണ് ഇവിടെ -2 ഇൻറ്റു ആണ് കേട്ടോ, കാരണം b -2 അല്ലേ, ഇൻറ്റു 3 പ്ലസ് c എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇതിന്റെ മോഡുലസ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആണ്. a എന്ന് പറയുന്നത് 1 ആണ്, അപ്പോൾ 1 സ്ക്വയർ പ്ലസ് b എന്ന് പറയുന്നത് -2 ആണ്. സോ -2 ഹോൾ സ്ക്വയർ. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മോഡുലസ് ഓഫ് -2 ബൈ റൂട്ട് 5 ആണ്. അപ്പോൾ മോഡുലസ് വാല്യൂ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് മൈനസ് എടുക്കേണ്ട, പ്ലസ് എടുത്താൽ മതി. സോ 2 ബൈ റൂട്ട് 5 ആണ് ആൻസർ. താങ്ക് യു.